തറക്കല്ലിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങുമെത്താതെ കൊല്ലം പുനലൂരിലെ ടൗൺ ഹാൾ നിർമ്മാണം. അടിത്തറ കെട്ടിയ സ്ഥലം ഇന്ന് കാട് കയറിയ അവസ്ഥയാണ്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ഉടൻ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് 2022 ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ 1,60,00,000 ചെലവിട്ട് അടിത്തറ കെട്ടിയ സ്ഥലം ഇന്ന് കാട് കയറിയിരിക്കുന്നു. ഒരേ സമയം 800 പേർക്കിരിക്കാൻ കഴിയുന്ന ഹാളും 16 കടമുറികളുള്ള വ്യാപാര സമുച്ചയവും ഉൾപ്പെടെ 4020 ചതുരശ്ര മീറ്ററിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ആദ്യഘട്ടത്തിന് ശേഷം പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും തനതു ഫണ്ടിൽ നിന്നും പണമെടുത്താണ് നിർമ്മാണത്തിന് ശ്രമിച്ചത്. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം ചെമ്മന്തൂരിൽ ഒരു ടൗൺ ഹാൾ നിർമ്മാണത്തിനായി 1,60,00,000 രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. എന്നിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എങ്ങും എത്താത്ത അവസ്ഥയിലാണ്. അവിടെ ഈ 1,60,00,000 രൂപ മുടക്കി നിർമ്മാണത്തിന് വേണ്ടി കമ്പികൾ നാട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിൽ അതിന് നിർമ്മാണ പ്രവർത്തനം അവിടെ നിലച്ച അവസ്ഥയിലാണ്. പിന്നീട് ഒരു ചുവട് പോലും മുമ്പോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിരവധി വർഷക്കാലമായി LDFിൻ്റെയും പ്രത്യേകിച്ച് CPIയുടെ ഭരണസമിതിയാണ് പുനലൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. പക്ഷേ അവരുടെ തന്നെ നേതാവായ രാജഗോപാലൻ നായരുടെ പേരിലാണ് ഈ ടൗൺ ഹാൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. എന്നിട്ട് പോലും അതിൽ വലിയ വീഴ്ച വന്നത് വലിയ ടൗൺ ഹാൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം കാടുകയറി നശിക്കുന്നതിനൊപ്പം അടിസ്ഥാനം കെട്ടിയ കമ്പികളും തുരുമ്പെടുത്ത് നശിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. 9 കോടിയിലധികം ചിലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ 3 കോടിയെങ്കിലും അധികം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ജനം, കൊല്ലം.